ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ താനോട്ടം കാണാനാണ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ ആനയോട്ടം കാണാനാണ്. ഇതാച്ചുവിനോട് ഞാൻ ചോദിക്കണതാണ് എന്തിനാ നമ്മൾ വന്നേക്കണമെന്ന്. അപ്പോൾ ആനയോട്ടം കാണാമെന്ന് ആച്ചു പറയുന്നത്, പക്ഷേ ഓട്ടോയുടെയൊക്കെ നല്ല നോയ്സ് ഉള്ള കാരണം പിന്നെ നമ്മളത് വോയിസ് ഓവർ ഇട്ടതാണ്. നമ്മളൊരു 2:30 ആകുമ്പോൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. കറക്റ്റ് 3 മണിക്കാണ് ആനയോട്ടം സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പോകുമ്പോൾ നമുക്ക് അധികം അത്ര തിരക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആനോട്ടം തുടങ്ങിയപ്പോൾ ആകെ ഉന്തും തള്ളും കാര്യങ്ങൾ തിരക്കൊക്കെ ആയി. കുറേ ആൾക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ളിങ്ങനെ നേരെ അറ്റം വരെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ തെറ്റത്തന്നെ സ്ഥലം കിട്ടിയ കാരണം നമ്മളവിടെ നിന്നു. ഇത് പിന്നെ ഒരു അമ്മാമ്മ അവിടെ ആനോട്ടം കാണാൻ വീൽ ചെയറിൽ വന്നിരിക്കണത് ഞാൻ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇത് പിന്നെ ആനകൾ വരണേക്കാൾ മുമ്പ് വെള്ളം ആ റോട്ടിലൊക്കെ ഒഴിക്കണതാണ്. ഈ വണ്ടി പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് ആ വണ്ടിയുടെ മുകളിൽ മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ഞാൻ ഒന്നിനും സൂം ചെയ്തിട്ട് അതെടുത്തുണ്ടാവും മുത്തപ്പൻ്റെ. എനിക്ക് മുത്തപ്പനെയും ഭയങ്കര ഇഷ്ടമാണ്. 10 ആനകൾ മഞ്ഞുലാളിൻ്റെ അവിടെ നിരന്ന് നിൽക്കും. അതിൽ 3 ആനകൾ മാത്രമാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുള്ളൂ. ഒന്ന് ബാലു, കൃഷ്ണനാരായണൻ, രവികൃഷ്ണൻ. ഈ 3 ആനകളാണ് ആനയോട്ടത്തിൽ ഓടാൻ പോകുന്നത്. ഇത് ആനയോട്ടത്തിന് മുന്നേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർ വണ്ടിയിൽ പോണതാണ്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇനി ആനകൾ ഓടി വരിക. നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റണില്ല. എന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് നിൽക്കണത്. ഇതാ ആദ്യം പറഞ്ഞ 3 ആനകളില്ലേ, ആനകൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഓടിപ്പോയി. ബാലു എന്നാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബാലു ആയിരുന്നു ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോൾ രവികൃഷ്ണൻ 1ാമതായി എത്തി. ആദ്യം മുന്നിലെത്തിയ ആന 7 തവണ ഗുരുവായൂർ അമ്പലത്തിൽ പ്രദക്ഷിണം നടത്തി പൂർത്തിയാക്കിയിട്ട് ഗുരുവായൂരപ്പനെ വണങ്ങും. അങ്ങനെയാണ് ഫസ്റ്റ് ആവുക. ആനയാവും ഇനി 10 ദിവസം ഗുരുവായൂരപ്പൻ്റെ തിടമ്പും കാര്യങ്ങളൊക്കെ ഏറ്റുക. കൊമ്പൻ രവികൃഷ്ണൻ എന്ന് പറഞ്ഞ ആന 4 വർഷത്തിനിടെ 2ാം തവണയാണ് ഫസ്റ്റായിട്ട് വരുന്നത്. പിന്നെ ബാലുവിനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം കൃഷ്ണനാരായണൻ എന്ന് പറഞ്ഞ ആനയാണ്. ഇതിപ്പോൾ ആനകൾ ബാക്കിയുള്ള ആനകളും എല്ലാം അവിടെ നിന്ന് നടന്ന് വരുന്നതാണ്. കുറച്ച് ആനകളും കൂടി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് വരുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആനോട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ തൊട്ട് ഉത്സവം തുടങ്ങാൻ നാളെ കാണാം.